ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ബ്ലോസിന്റെ ഒരു ഹാപ്പി വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കുട്ടിക്കുറുമ്പികളെ കൂടെ ഉണ്ട് കേട്ടോ. ഒത്തിരി നാളായില്ലേ കൃഷ്ണമോളെ എല്ലാരും കണ്ടിട്ട്. അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൃഷ്ണമോളെ ഒരു ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, കൊച്ചെന്നാ വീഡിയോ ഇടാത്ത, കൊച്ചി എന്തിയേ. അപ്പൊ കൊച്ചിന്റെ പഠിത്തത്തിന്റെ കാര്യം കൊണ്ടൊക്കെയാണ് തിരക്കൊക്കെയാണ് വീഡിയോ. എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് നാള് കൊച്ചൊക്കെ ഇവിടെ ഇല്ലായിരുന്നു, അവര് പുറത്തായിരുന്നു കേട്ടോ കുറച്ച് നാള്. പിന്നെ ഇനിയിപ്പൊ പഠിച്ച ഒരു +2 കഴിഞ്ഞിട്ട് ഊർജ്ജമായിട്ട് വരുന്നതായിരിക്കും തിരിച്ചല്ലേ. അതെ, ഇപ്പൊ പഠിത്തത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കൊച്ചിനെ കാണാതിരുന്നത്. അപ്പൊ കൊച്ചിനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കാണിക്കാം. 2 വർഷമായി 2 വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടന്ന് വിളിയും വഴക്കും. ഇപ്പൊ 5 വർഷം കൂടുമ്പോഴാണോ പെങ്ങന്മാര് വന്ന് അന്വേഷിക്കുന്ന ഇതൊക്കെയായിരുന്നു, ഫോൺ വിളിക്കുന്നു ചോദിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഓടി ഇങ്ങോട്ടേക്ക് വന്നാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നേരം തൊട്ട് മഴയോ. ഭയങ്കര മഴ. അതുകൊണ്ടാണ് ഇന്നലെ നല്ല വീഡിയോ എടുക്കായിരുന്നു ആദ്യം കണ്ടപ്പോഴത്തെ ആയതൊക്കെ. പക്ഷെ ഭയങ്കര മഴ, വെള്ളക്കെട്ടും. ഞങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് വെള്ളം വെച്ചാൽ ഇങ്ങോട്ട് വന്ന പോലെ അതുകൊണ്ടൊക്കെ സത്യം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇപ്പൊ പുറത്ത് വരെ ഒന്ന് പോവാണ്. നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിരിക്കും അല്ലേ മോളെ, അല്ലേ. അപ്പൊ പോകാം. ചെറിയൊരു മഴക്കാറുണ്ട്, പെയ്യാതിരിക്കട്ടെ. അതെ, അപ്പൊ ആരും വീഡിയോ മിസ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. ക്യാമറക്കകത്ത് പിടിക്കാലോ. അയ്യോ, അത് ഇത് ഇട്ടോണ്ട് കൊറേ സമയത്തിനും പാടുവല്ലേ. നല്ല രസം കാണാനായിട്ടല്ലേ. ഒരു പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ ഒക്കെ, എന്നാലും ഒന്നുകൂടെ കാണിക്കും. 700 വീടുകളാണ് ഒരേ രീതിയിൽ 700 വീടുകൾ. അതെ. അപ്പം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കോയമ്പത്തൂർ വന്നു. മറ്റേ കോയമ്പത്തൂർ IOB കോളനി എന്ന് പറഞ്ഞ സ്ഥലമായത് കേട്ടോ. IOB കോളനി. ഇവിടെ നമുക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, അത് പറയാം. അപ്പോൾ ഇവിടെ ഇത് സൈസ് വീടുകൾ 700 വീടുകൾ അടുത്തുണ്ട്, ഓരോ ഫ്ലാറ്റ്. അതല്ലാതെ വേറെയും കെട്ടിട സമുച്ചയങ്ങളും ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. ഇത് ഓരോരുത്തരും മേടിച്ച് ഇട്ടിട്ടുള്ളവരുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ മേടിച്ചിട്ടുണ്ട്, അങ്ങനെ തമിഴ്നാട്ടിൽ തന്നെ ഉള്ളവർ മേടിച്ചിട്ടുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി പോകാറുണ്ടേ. വേറെ ഇപ്പം നല്ല എല്ലാം കൊണ്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പുറത്തോട്ട് നോക്കിയാൽ ഭയങ്കര വനമാണ്. വനത്തിൻ്റെ ഒരു സൈഡാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. കണ്ടോ, അങ്ങോട്ട് കണ്ടോ, കാടാ, അതെല്ലാം കാടാ, ഇങ്ങോട്ട് കാടാ. ആ കോംപ്ലക്സിന് അതിൻ്റെ പേരെന്നാ വെച്ചാൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി. അല്ലോ, ഞാൻ മറന്നുപോയത്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് IOB കോളനി. വീട്. അപ്പോൾ അവിടെ കൃഷ്ണമുള്ള വീട് മാത്രമേ, അതുപോലെ നമ്മൾ കാണിച്ചു തന്നായിരുന്നു. അതുപോലെ 10-700 വീടുകളുണ്ട്. പിന്നെ അതല്ലാതെ അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ അധിവസിക്കുന്ന സ്ഥലമാണ്. പക്ഷെ മഴ പെയ്തുകൊണ്ട് ആണ് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൂ. നടക്കാൻ വരുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ ആണ്. പിന്നെ ഇവിടെ വളരെ പ്രശസ്തമായ ഒരു അമ്പലമുണ്ട്. ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. നോക്കട്ടെ, കാണിച്ചു തരാമെന്ന്. ഇതാണ് മരുതമലൈ, മുരുകൻ്റെ പ്രശസ്തമായ അമ്പലം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ പോയിരുന്നു കേട്ടോ. നമ്മളെ കൊണ്ടുപോയിരുന്നു. ഈ പ്രാവശ്യം വന്ന് പോയില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര മഴയായതുകൊണ്ടാണ് പോകാൻ. അവിടെയൊക്കെ ഒന്ന് പോയാനേ. പിന്നെ നമ്മുടെ ശ്രീബുദ്ധൻ്റെ കയറി വന്ന എൻട്രൻസിൽ തന്നെ ഒരു ബുദ്ധപ്രതിമ ഇരിപ്പുണ്ട്. അങ്ങനെ പല നല്ല കൗതുകങ്ങളായ ഓരോരോ ശിലകളുണ്ട് ഇവിടെ. അപ്പം കാണാനാണെങ്കിലും നല്ല രസമാണ്. പിന്നെ വേറെ പുറത്തുനിന്നൊന്നും വന്നു കഴിഞ്ഞാൽ ആരും കയറണമെങ്കിൽ ഇവിടെ സെക്യൂരിറ്റിയുടെ നല്ലൊരു സെക്യൂരിറ്റിയാണ്. അപ്പോൾ സെക്യൂരിറ്റി നമ്മുടെ എല്ലാ ഡീറ്റെയിലും എഴുതി കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഉള്ളോട്ട് പെടുത്തുള്ളൂ. അതുകൊണ്ട് ഇതാണ് അവരുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റികളൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഇതിനകത്ത് നമുക്ക് ഇവിടുത്തെ ഇടപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂട്ടിയില്ലെങ്കിലും നമുക്ക് പോകാം. ഇത് ഫുള്ള് ഇതാണ്. അതുകൊണ്ട് നമുക്ക് മുറിയൊന്നും പൂട്ടിയില്ലെങ്കിലും നമ്മൾ പോകാം. നമുക്ക് ഒരു മോഷണമോ അല്ല ഒരു സാധനം ഇതിനകത്ത് കയറത്തില്ല. ഇനി കാട്ടുമൃഗങ്ങൾ പോലും ഇല്ല, അതൊക്കെ ഭയങ്കര മലകളോ ഭയങ്കര കാടോ അവിടെ നിന്നൊന്നും. പക്ഷേ നമുക്ക് നമ്മുടെ വീടിൻ്റെ ടെറസിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മാനും മരുതമലയുടെ സൈഡ് കാണാൻ പറ്റും. കാണാൻ പറ്റും.
നമുക്ക് നമ്മുടെ വീടിൻ്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ മരുതമല ക്ഷേത്രം മൊത്തം കാണാം. അവിടുത്തെ പാട്ട് കേൾക്കാം. താഴെ മറ്റേ പശുവൊക്കെ വരുന്നത് പശു വരുന്ന കാണാം. പിന്നെ മാന്, അതെ, മയില്, വണ്ടിയും പോവും. ആ എല്ലാം വരുന്നത് കാണാം. അവർക്ക് മനസ്സിലായിട്ടില്ല, ഇവിടെ യൂട്യൂബേഴ്സ് വന്നിട്ടില്ലെന്നുള്ളതാണ് ഇപ്പൊ ഇതിന്റെ മനസ്സിലാകാൻ പറ്റുന്നത്. പിന്നെ ഇവര് ഈ ഫോണും പിടിച്ച് സെൽഫീസ് ആയല്ലോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ അവരുടെ ഡ്യൂട്ടിയാണ്. എന്നാ വെച്ചാൽ അവർ അതുപോലെ സേഫാണ് ഇവിടെ. ഇതുപോലെ സേഫാണ്. മുട്ടുസൂചി വീണാലും ഇവിടെ അറിയും. ഇത് പറഞ്ഞ എൻട്രൻസ് മൊത്തം ക്യാമറ. ആർക്കും ഇതിനകത്തൂടെ ഉളഞ്ഞു കയറി വരാൻ പറ്റുന്നില്ല. ഇത്രയും കണ്ടില്ല. ഇത്രയും പൊക്കത്തി മതിലുണ്ടെങ്കിൽ അതിൻ്റെ പൊക്കത്തിൽ പിന്നെയും മുള്ളുകമ്പി ഉണ്ട് കേട്ടോ. മുള്ളുകമ്പി ഒന്നും ചാടിക്കടന്ന് വരാൻ പറ്റിയില്ല. അതുകൊണ്ടൊക്കെ എല്ലാം കൊണ്ടും നല്ല സേഫായ ഒരു സ്ഥലമാണ്. കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് നമുക്ക് വരാം. നമ്മളോട് തന്നെ വന്നത് ഇവിടെ തന്നെ വരുവാൻ. നമ്മളെ പാനിപ്പൂരിൻ്റെ സ്ഥലമില്ല അവിടെ റൗണ്ട് എടുക്കാം. എങ്ങനെ ഇത് മൊത്തം മൗണ്ടൻ വരും. നല്ല രസമാണ്. ഞായറാഴ്ചയോ ശനിയാഴ്ച മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് ആയിട്ടുള്ളത്. ഇതിനെ പറ്റി നമുക്കൊരു രൂപ അറിയത്തില്ലോ. ഇത് ഇങ്ങനെ ഇത് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ പറഞ്ഞാൽ മതി. റേസ് കോഴ്സോ വേണ്ടേ. ഇപ്പം നമ്മൾ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എങ്ങാണ്ട് ഒരു ദിവസമേ. പക്ഷേ ഇത് ഫുള്ള് ഫൗണ്ടേഷൻ ഇതാകത്തുള്ളൂ അല്ലേ? വാട്ടർ ഫൗണ്ടേഷൻ, വാട്ടർ ഫൗണ്ടൻ. പക്ഷെ ഇപ്പോഴും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? കുറേ ഇത്രയും കിലോമീറ്റർ കണ്ടുണ്ട് കേട്ടോ നടക്കാൻ. ആണോ? ആ പോകുന്നത്. എൻ്റെ ദൈവമേ, മതി. കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ് കേട്ടോ. ഇന്നലെ മഴയായിരുന്നുകൊണ്ട് വലിയ ഇതായിപ്പോയി. ഇനിയിപ്പോൾ മഴയില്ലാത്തപ്പോൾ കൊണ്ടുവന്നേക്കോ. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ബ്ലോക്ക് അല്ലേ? അത് വാട്ടർ ഫൗണ്ടൻ ഫുള്ളായിട്ട് വരുന്ന. ശനി ഞായറും ഉള്ളന്ന് നല്ല അടിപൊളിയായിരുന്നു. പോകുന്നു രണ്ടെണ്ണം വേണം ഫ്രണ്ടില്. എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നു. മഴയോ മഴ ആണോ? മഴയോ മഴ. ഞങ്ങൾ ഇറങ്ങുമ്പോഴെല്ലാം മഴ. ഇതെന്നെ കളിയാൻ തരത്തില്ല അല്ലേ? നമ്മളെ പരീക്ഷിക്കുക മഴ. അത് തന്നെ. ഞങ്ങൾ ഇവിടെയൊക്കെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ട് ഒന്നും പറ്റിയില്ല അല്ലേ? ആണോ? അയ്യോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പകലായിരുന്നെങ്കിൽ അല്ല മഴയില്ലായിരുന്നെങ്കിൽ. അത് കാണിക്കാവേ. എടുത്ത് കഴിച്ചു സൂപ്പറാണ്. അതെ, അവൾ അപ്പുറത്ത് പോയി ചേട്ടാ. പോയി എടുത്ത് കഴിക്കേ. ആണോ? അപ്പം നമ്മൾ പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സൗണ്ടാണ്, നിറച്ചോണാണ് കേട്ടോ. നിന്നാണ് അവിടെ എല്ലാവരും കഴിക്കുന്നത്. എന്തൊരു സാധനമാണ് വിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നിന്ന് തിരിയാൻ സമയമില്ല, സ്ഥലമില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണെന്ന് കൃഷ്ണമ്മക്ക് ഇവിടുത്തെ പാനിപ്പൂരി. അതിനുവേണ്ടി കുറേ ദൂരം ഇങ്ങ് ഓടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും മേടിച്ച് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. ഞങ്ങളും വയറ് നിറച്ച് കഴിച്ചു. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. പിന്നെ മേടിക്കായിരുന്നു കേട്ടോ. ഓരോ പ്ലേറ്റ് മേടിക്കുന്നു, തീർക്കുന്നു, വീണ്ടും മേടിക്കുന്നു, തീർക്കുന്നു. ഇത് തന്നെയായിരുന്നു പരിപാടി കേട്ടോ. അപ്പം ചേട്ടായിയും കഴിച്ചു. എന്തോ ആൾക്കാരെന്നൊക്കെ ജനം കണ്ടോ എന്തേലുമാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു, കണ്ടു. എന്താ പറയുന്നത്, ഈ സാറ് പറയായിരുന്നു നല്ലതായിട്ട് സ്റ്റാറ്റസൊക്കെ എടുത്തിട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അത് കണ്ടോ, ഞങ്ങളെ ഫോൺ വിളിച്ചുകൊണ്ട് അടുത്ത് നിൽപ്പുണ്ട്. അവർ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. ഒരാൾ വക്കീലാണ്, വൈഫ് ഈ റെഡ് കളർ ഒരു യെല്ലോ കളർ ഇത് ഒരു ഫയൽ പിടിച്ചേക്കുന്നുണ്ടോ. ആൾ ഭയങ്കര ഡാൻസറും പാട്ടും ഒക്കെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ദൈവമേ, ഇത് കീർത്തി സുരേഷ് ഉദ്ഘാടനം ചെയ്ത കടയത്. ഭയങ്കര കോസ്റ്റ്ലി ഇവിടുത്തെ സാരിയൊക്കെ.
രണ്ടും പീസല്ലേ അവർ കൊണ്ടുപോകും. ഓ ശരി ഇവിടെ കിട്ടിയത് നിങ്ങളിപ്പോൾ ഇവിടെ വന്നത് വേറെ അന്വേഷിച്ച് എവിടെയും കിട്ടില്ല. കിട്ടിയില്ല. ആ ടൈപ്പ് സാധനത്തിന്റെ വിലയാണ് 3.5 കോടി രൂപ. അയ്യോ അതായത് 2 ചുമര നമുക്ക് ആകേണ്ടത്. ആ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും മാത്രം 2 സൈഡിൽ അപ്പുറത്തെ അല്ലേ 2 ചുമര് കിട്ടും. അതിന്റെ റേറ്റാണ്. ഇതിലാണ് കളക്ടർ താമസിക്കുന്നതും IG താമസിക്കുന്ന കമ്മീഷണർ എല്ലാം ബംഗ്ലാവിനകത്താണ് ഈ ഉള്ളിൽ അറൗണ്ടിലുള്ള. മഴ നമ്മളെ ചതിച്ചു കേട്ടോ. അതിൻ്റെ ആങ്ങളെ അടുത്തിരുന്ന് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. കളക്ടറും IG ഒക്കെ താമസിക്കുന്നതാണ്. അവിടെ ഒരു 4 ചുമരുള്ള ഒരു ഫ്ലാറ്റിന് 3.5 കോടിയാണെന്ന്. ഇച്ചിരി ഇടയ്ക്കൊക്കെ അത്രയും ഭയങ്കര വിലയുള്ള ഏറ്റവും വില കൂടിയ ഒരു ഏരിയയാണ് ഈ ഏരിയ എന്ന സ്ഥലത്തിനൊക്കെ ആണെങ്കിലും. പിന്നെ അവിടുന്ന് വിട്ടു പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് സ്വർണ്ണക്കടയാണ് കേട്ടോ. സ്വർണ്ണക്കട തന്നെ സ്വർണ്ണക്കടയാണ് ഒരു പ്രദേശം മൊത്തം. പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. എന്നാന്ന് ചോദിച്ചാൽ ഈ മഴ കാരണം ഉണ്ടല്ലോ നമുക്ക് ഗ്ലാസ് തുറന്ന് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. ഗ്ലാസ്സിനകത്തോട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഈ മഴത്തുള്ളികൾ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിക്കകത്തെ സംസാരവും വീഡിയോ എടുക്കുകയും കൂടെ ആകുമ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. തമാശയും ചിരിയും കളിയും ആങ്ങളെ എല്ലാ കാര്യം പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഒപ്പം റീനയും കട്ടയും ഓരോ കാര്യങ്ങളും നമുക്കറിയത്തില്ലല്ലോ അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരും കേട്ടോ. അപ്പോൾ ഇപ്പം ട്രാഫിക്കിൽ പെട്ട് കിടക്കുവാണ്. എൻ്റെ പൊന്നേ മഴ കാരണം ഉണ്ടല്ലോ ബ്ലോക്കായിട്ട് 1.25 കിലോമീറ്റർ കടന്നു വരാൻ വേണ്ടി ഞങ്ങൾ 2 മണിക്കൂർ സമയമൊക്കെ റോഡിൽ. അത്രയും എൻ്റെ ദൈവമേ വണ്ടി ചവിട്ടി ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഈ എന്നാ പറയുന്നത് ട്രാഫിക്കിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ശരിക്കും ഇതാണ് കേട്ടോ. കാലിലൊക്കെ നല്ല മസിൽ കയറുകയും വേദന എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പാവത്തിൻ്റെ ഒത്തിരി പാടുപെടുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ എന്ത് പറയണ്ട. അപ്പോൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഞങ്ങൾ അതിലേക്ക് കുറച്ച് നേരമൊക്കെ നടന്ന് ഇത് കണ്ട് നല്ല സൂപ്പറായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പോയതാണ്. അതും സന്ധ്യയ്ക്ക് എന്നാലാണ് അവിടുത്തെയൊക്കെ നല്ല ലൈറ്റുകളും നല്ല സംഭവങ്ങളാണ്. അത് കാണിക്കാനായിട്ട് വലിയ കാര്യത്തിൽ കൊണ്ടുവന്നത്. പക്ഷെ മഴ പെടുത്തിക്കളഞ്ഞു. അതാണ് നമുക്ക് യോഗമില്ല. ചേട്ടായി വണ്ടിയെടുത്ത് പറയുന്നുണ്ട് നമുക്ക് യോഗമില്ല അങ്ങനെ അതൊക്കെ എല്ലാം ഓരോന്ന് കാണിച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെയാണ് അളിയ, ഇതിങ്ങനെയാണ് അളിയ എന്നെല്ലാം ഫ്രണ്ടിലിരുന്ന് രണ്ടും കൂടെ ചർച്ചയാണ്. ഞങ്ങൾ പുറകിലിരുന്ന് ഞങ്ങളും അതെ അതാ പറഞ്ഞ് ഞങ്ങളുടെ ആ വർത്തമാനങ്ങളൊക്കെ കേൾക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഒരു തന്നെ. എന്താ സ്വർണ്ണക്കട നോക്കിയാൽ അത് മൊത്തം സ്വർണ്ണക്കടയാണേ. ഞങ്ങൾ പറയുന്നുണ്ട് ആ സ്വർണ്ണക്കടയിലൊക്കെ എന്തൊക്കെയോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് ജനങ്ങളാ, ഭയങ്കര വിലയാണ് കേട്ടോ. ഇപ്പോൾ റെക്കോർഡ് വിലയാണ്. കുഞ്ഞു ഒരു സ്റ്റഡ് എടുത്തതിന് 7,000 രൂപ കണ്ടായി. അപ്പോൾ ഓർത്ത് നോക്കി. എന്നിട്ടും സ്വർണ്ണക്കടയുടെ ഫ്രണ്ടിലോട്ട് നോക്കി നിറച്ച ആളാണ്. അപ്പോൾ ആങ്ങളെ പറയാം അവിടെ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നാ തോന്നുന്നത് പെങ്ങളെ, നമുക്കൂടെ പോകാതെ. അപ്പോൾ ഞാൻ ആങ്ങളയുടെ മുഖം കാണിച്ചതാണ് കേട്ടോ. ഇഷ്ടം അതുകൊണ്ടോ ആ സ്വർണ്ണക്കടയിലൊക്കെ ഫ്രണ്ടിലോട്ട് നോക്കി. അത് മാത്രം സ്വർണ്ണക്കട എന്ത് ജനമാണെന്ന് നോക്കി. എല്ലാവരും വില കൂടിയെന്ന് കണ്ടപ്പോഴത്തേക്ക് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാതെ തോന്നുന്നത്. പക്ഷേ ഇനി നമ്മുടെ മന്ത്രി ഒറ്റ ഇത് പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു എല്ലാം. അപ്പം പാവ് ബജിയാണ് കേട്ടോ. ഒരാളിരുന്ന് തട്ടുന്നുണ്ട് സൂപ്പർ. അതും പറഞ്ഞത് ദൈവത്തിനറിയാം. അടിപൊളിയാണോ? ആണോ? ആണോ? പാവ് ബജി. അപ്പം ഞാനും കഴിക്കട്ടെ. ഇവരൊക്കെ എല്ലാ സൈസിലെയും വെറൈറ്റി കേക്കുകളാണ് അല്ലേ? നമ്മളെല്ലാ ബർത്ത്ഡേക്കും വാങ്ങിക്കും. ആണോ? എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഇവിടെ നിന്നാണ് വിളിച്ചത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിന്നായിരുന്നു വിളിച്ചത്. അല്ല നമ്മൾ അന്ന് അവിടെ ഇവിടെ അല്ല അതൊക്കെ നോക്കിക്കൂടെ വെച്ചു. സൂപ്പർ അല്ലേ? അടിപൊളി വെറൈറ്റി ഡിസൈൻ ആണ്. അതെ എന്താ നല്ല അടിപൊളി കേട്ടോ. നല്ല സെറ്റ് സംഭവം ആണോ? ആ നമ്മൾ പറയുന്ന മാതിരി അല്ലേ? ഓക്കെ. റെസ്റ്റോറൻറ്റ്, ബേക്കറി, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് മുകളിൽ. അപ്പം ഈ ഒരു കുടക്കയിലെല്ലാം കിട്ടും കേട്ടോ. സർവമാന സാധനം നല്ല തിരക്കുണ്ട് കേട്ടോ. അകത്തേക്ക് ഫുഡ് ആണോ? നല്ല ഫുഡാണ് കേട്ടോ. നമ്മൾ കഴിച്ച സാധനം പാവ് ബജി സൂപ്പറായിരുന്നു. വെറൈറ്റി ഇന്നലെ മുതൽ വെറൈറ്റി ഫുഡാണ്. ഹോട്ടലിൽ ഫുഡും മോട്ടറെ കിടപ്പോയി ഇപ്പം 2 ദിവസമായിട്ട് കണ്ടോ ഇരിക്കുന്നേ. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ പുറത്തായിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ. രാവിലെ എനിക്ക് അപ്പടി ജലദോഷം കേട്ടോ. ഭയങ്കര ചീറ്റിൽ 2 ദിവസവും ഞങ്ങൾ കറങ്ങി നടന്നപ്പോഴൊക്കെ മഴയായിരുന്നു. അപ്പോൾ ഇച്ചിരി മഴ നനഞ്ഞു. അതാ ഇത് കണ്ടോ ഓർമ്മയിരിക്കുന്നത്. അവൻ നടന്ന് പോവാ. അയ്യോ
കണ്ടോ പൂവനാണ് കേട്ടോ. മഴ പെയ്യുമ്പോഴത്തേനും പീലി വിടർത്തി ഒരു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണണമെന്ന് കൊച്ചെപ്പോഴും കുറേ പ്രാവശ്യം പറഞ്ഞു. കുറേ അപ്പുറത്ത് കുറേ കുഞ്ഞുങ്ങൾ തള്ളമാരിരിക്കുന്നുണ്ടോ. ചേട്ടായി നിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ പറഞ്ഞോ, നീ എന്നെ അവരുടെ മാത്രം എടുക്കുന്ന എൻ്റെ എടുക്കുന്നില്ലെന്ന് ചോദിച്ചാൽ നീ പോസ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ. ഹായ്. അവിടുത്തെ പൂക്കളും ചെടികളും ഒക്കെ കണ്ടപ്പോഴത്തേനും ചേട്ടായി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. പക്ഷേ ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാനും കൊച്ചും കൂടെ അപ്പുറത്ത് മാറി നിന്ന് എന്നാ പറയുന്നത് റീൽസിൻ്റെ പഠിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. കൃഷ്ണമോൾ തന്നെ റീൽസിൻ്റെ സ്റ്റെപ്പൊക്കെ പറഞ്ഞത് ആ സിന്ധുവേ 3 സ്റ്റെപ്പുള്ളൂ അതൊക്കെ കേൾക്കാനുള്ളൂ. ചേട്ടായി ഇങ്ങനെ കണ്ടപ്പം ഈ ചെടികളും പൂക്കളും ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു. പക്ഷേ ഒന്നും സംസാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കണം കേട്ടോ. എന്തൊക്കെ വെറൈറ്റി നല്ല രസമാണ് കേട്ടോ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. അത് ചിലതൊക്കെ നിറഞ്ഞ് നല്ലതായിട്ട് നിൽപ്പുണ്ട്. ചേട്ടായി എല്ലാ സൈഡിലും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോക്കകത്തൊക്കെ ആണെങ്കിലും ഇട്ടേക്കാം. ഇപ്പം ഇതിനകത്ത് ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. നോക്കിയാൽ നിറച്ച് നിൽക്കുന്നുണ്ടോ, എത്ര ഭംഗിയാണെന്ന് നോക്കിയേ. നല്ല രസമില്ല കാണാനായിട്ട്. പൂക്കൾ കാണുന്നത് എനിക്കൊരു ഭയങ്കര ഹരമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ഇതാണ് ആര്യവേപ്പ്. അതാണ് ഒരു അവിടുത്തെ ചൂടിനും ഒക്കെ നല്ലതല്ലേ ആര്യവേപ്പ്. ഈ കാലാവസ്ഥയ്ക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അതുകൊണ്ട് തന്നെ ചേട്ടാ ഇങ്ങോട്ട് വന്നപ്പോഴും എന്നോട് പറയായിരുന്നു തമിഴ്ക്കാരൊക്കെ ഇത് ഇട്ടായിരിക്കും ബ്രഷ് ചെയ്യുന്നതെന്ന്. അവർക്ക് പല്ലുവേദനയില്ല, പ്രശ്നങ്ങളും ഇല്ല, ഒന്നും ഇരുന്ന്. അതൊക്കെ കണ്ടോ, അത് ഓരോ ഇതിൻ്റെ ചൂടി കണ്ടോ. ഞങ്ങൾ അവിടെ നിന്ന് റീൽസ് കളിക്കാനുള്ള തന്നെ കൊച്ചു പഠിപ്പിച്ച് തരികയാണ് കേട്ടോ. ഞങ്ങളൊക്കെ പുറത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ. അമ്പലം കണ്ടോ, അതേ മരുതുമല അമ്പലമാണ് കേട്ടോ, മുരുകൻ ക്ഷേത്രമാണ്. ഇപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഇച്ചിരി മഴ കുറവുണ്ട്. അതുകൊണ്ടോ മഴയെന്ന് വെച്ചാൽ മഴ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ. ഇപ്പോൾ ഒരു ശക്കലം ചാറ്റൽ കുറവുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് റീൽസൊക്കെ എടുക്കാമെന്നേ. ചേട്ടായി എനിക്കും കൊച്ചിനോട് റീൽസൊക്കെ എടുത്ത് തന്നെ കേട്ടോ. നല്ല അടിപൊളി റീൽസൊക്കെ വരുന്നതായിരിക്കും. അന്നേരം ഞാൻ പറഞ്ഞാൽ നമുക്ക് വീഡിയോകൾ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്റ്റാൻഡൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. അതൊക്കെ എടുക്കാനായിട്ട് പോയതാ. കഥ പറയാന്നോ, ചേട്ടായി പറയണോ? പപ്പ അതല്ല, ഇതിനപ്പുറം പറയും കഥ പറയുക. എന്നോ രസമെന്ന് നോക്കി, നല്ല രസമുണ്ട് ഈ പൂവും ചെടിയും. അവിടെ തന്നെ ഇതൊക്കെ ആണേലും അതെ ഉണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ വിഷ്ണു ഒക്കെ ഇങ്ങനെ ആയിട്ടൊക്കെ കാണിക്കുന്നതാണ് അല്ലേ, നല്ല ഭംഗിയിൽ എടുക്കുന്നതാണ്. ഓരോ പൂവിന്റെ ഇത് ഇത് കാണാൻ പറ്റും. അതെ. അപ്പൊ എന്നാ ഉണ്ട് ചേട്ടാ ഈ വിശേഷമൊക്കെ? വേറെന്നെ ഇച്ചിരി വീർത്തിരിക്കുന്നേ. അപ്പൊ ശരിക്കും മടുത്തു. എന്നാന്നറിയോ, കൊച്ചിന്റെ ഒപ്പം ഒരു ഡാൻസ് കളിച്ചത്. അതെ, ചാടി തുള്ളി കളിച്ചാണ് കേട്ടോ. വയറ് നിറഞ്ഞിരിക്കുക. അതിന്റെ ഒരു ഇതുണ്ട്. രാവിലെ പുറത്തു പോയതാണ്, അതിന്റെ ഒരു ക്ഷീണമുണ്ട്. മഴ ഇച്ചിരി തോർന്ന് ഇപ്പൊ മഴ തോർന്നപ്പം ഭയങ്കര ചൂടാണ്. ഞങ്ങക്ക് റീൽസ് എടുക്കാൻ വേണ്ടി കുറച്ചു നേരം തന്നതാണ്. അയ്യോ സത്യം, എന്നാന്നറിയോ 2-3 ദിവസമായിട്ട് നമ്മൾ നോക്കി റീൽസ് എടുക്കാൻ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ അന്ന് കൊണ്ടുപോയെന്നറിയാം ഞങ്ങളാ. ഒരുപാട് പോയി, ഒത്തിരി ദൂരം കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോ കറക്റ്റ് മഴ, റോഡ് നിറച്ച് വെള്ളമാണ്. സത്യം പറഞ്ഞ ഞങ്ങൾ വരുമ്പോ ഈ നമ്മുടെ ഈ കോയമ്പത്തൂരിന് അടുക്കാറായപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങി. പല്ലടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ മഴ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ കോയമ്പത്തൂരിന് വലിയ ഒത്തിരി കിലോമീറ്റർ ഇല്ല. ഇവിടെ കോയമ്പത്തൂർ മറ്റേ സ്റ്റാൻഡിന്റെ പേരിന് അയ്യോ ചൊക്കാനല്ലൂര് അല്ല അല്ല അത് തന്നെ സിംഗാനല്ലൂര് സ്റ്റാൻഡിൽ വന്ന് ഇവൻ മഴയാ. അവിടെ അപ്പം ഞങ്ങളവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് മുട്ടോളം വെള്ളമുണ്ട് സ്റ്റാൻഡിനകത്ത്. പിന്നെ ഒരു AC വന്നിട്ട് ഇതണ്ടൊക്കെ കാണിച്ച് കുറേ വെള്ളം കളഞ്ഞു. അങ്ങനെ അന്നേരം നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ട് ഞങ്ങൾ പുറത്ത് വന്നിട്ടാണ് കാറ് കയറി. അന്നേരം മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഒന്നേ മഴയുണ്ടായിരുന്നു. അപ്പം എന്നാ മഴയാണേലും 2-3 ദിവസം ഞാൻ വേറെ ലോകത്തായിരുന്നു കേട്ടോ. ഒന്നിനെ കുറിച്ച് ആലോചിച്ചില്ല. പിന്നെ സമയങ്ങളിൽ വീട്ടിൽ ഇരുന്ന സമയത്തെല്ലാം അവൾ അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരുന്നു. അല്ലാത്ത സമയത്തെല്ലാം പുറത്ത് കൊണ്ടുപോയി നല്ല ഫുഡ് മേടിച്ചിരുന്നു. പാത്രം പോലും കഴിക്കുന്നില്ല. ഒരു 5 കിലോ കൂടെ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ വന്നതിന് ശേഷം. എന്നാന്ന് വെച്ചാൽ അത്രയും നല്ല മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ് ആയി കേട്ടോ ഇവിടെ വന്നു. ഇപ്പം ഒത്തിരി സന്തോഷമായി ആ കിട്ടിയ സമയം കൊണ്ട്. ഇനി അടുത്ത മാസം വരും. അയ്യോ അവത്തെ ദിവസം ഒന്ന് പറഞ്ഞു പോയി. അടുത്ത മാസം ഇനി അടുത്ത മാസം വന്നില്ല ഇവിടെ ഇടിച്ചു കൂട്ടും കേട്ടോ. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം, ഒത്തിരി സന്തോഷം കേട്ടോ. അല്ലേ ചേട്ടായി? നമുക്കൊരു 3 മാസം കൂടുമ്പോൾ വരാം. അത്ര സന്തോഷം. വീട് ഇവിടെ വാടകയ്ക്ക് എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാ വീട് വാടകയ്ക്ക് വേണ്ട, റൂം കിടക്കുമല്ലേ. AC. അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടത്തി ബെല്ലൈക്കൺ അടിച്ചു പൊളിക്കണം, കൂട്ടത്തി കമന്റ് ചെയ്യണം. അത് അതെ. അപ്പൊ പുതിയൊരു ഹാപ്പി വീഡിയോ ചെയ്തവരെല്ലാവർക്കും ബൈ. ടാ.